Welcome back to another vlog, guys. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ ലോഡ് ബുക്കായിട്ടുണ്ട്. ആദ്യത്തെ ലോഡ് കയറ്റാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഡീസലും അടിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ലോഡ് നമുക്ക് ഈ കടുത്തങ്കലിൽ നിന്ന് മുഖപ്പേരിലേക്കാണ്. അപ്പോൾ പോയി ഡീസൽ അടിക്കും. അപ്പോൾ നമ്മൾ ഡീസൽ ഷെല്ലിൽ നിന്നാണ് അടിച്ചത്. അപ്പോൾ എയർ ചെക്കും കൂടി ചെയ്തിട്ട് നമുക്ക് ലോഡ് കയറ്റുന്നിടത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 5 ബോക്സാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു മുഖപ്പേറിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോകൾ കംപ്ലീറ്റും വ്ളോഗ് ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് അശോക് നഗറിൻ്റെ അവിടെ എത്തി. കാസി തിയേറ്റർ കഴിഞ്ഞ് അശോക് നഗർ ഭാഗമാണ്. ഇനി വരുന്നത് അശോക് നഗർ മെട്രോ ആണ്. അപ്പോൾ നമ്മൾ അശോക് നഗർ മെട്രോൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കാമ്രാസാല വഴിക്ക് നമ്മൾ വടപ്പഴനി ചെന്ന് കയറാനാണ്. അപ്പോൾ നമ്മൾ വടപ്പഴനി ഫ്ലൈ ഓവറൊക്കെ കഴിഞ്ഞ് നമ്മൾ അരുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇത് കോയമേട് ഫ്ലൈ ഓവറാണ്. അപ്പോൾ CMBT ബസ് സ്റ്റോപ്പാണ് കാണുന്നത്, അപ്പുറത്ത് മെട്രോ. അങ്ങനെ നമ്മൾ മുഖപ്പേർ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലെത്തി. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ലോഡ് കയറ്റി നമ്മൾ പൊഴിച്ചല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊഴിച്ചല്ലൂർ നമ്മുടെ ഏതാണ്ട് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. അപ്പോൾ ഒരു 20 ലിറ്ററിൻ്റെ കെമിക്കലാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് മധുരവായിൽ ബൈപ്പാസാണ്. അപ്പോൾ നമ്മൾ മധുരവായിൽ ബൈപ്പാസ് കയറി ഇനി പോരൂർ വഴിക്ക് കയറും. അപ്പോൾ നമ്മൾ ടോളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ പോരൂർ ചെന്ന് പോകും. അപ്പോൾ അതേ പോരൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് പൊഴിച്ചല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഏതാണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡൊക്കെ എത്തി തുടങ്ങി. ഇനിയിപ്പോൾ ഒരു 2 കിലോമീറ്റർ കൂടി ഉള്ള ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ടൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തി ഗൈസ്. ഇനി ഇറക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് ഇറക്കേണ്ട കാര്യം നോക്കിയിട്ട് നമുക്ക് അടുത്ത വല്ല ലോഡ് കിട്ടുമോ നോക്കാം. സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അടുത്ത ലോഡ് നമ്മൾ കയറ്റി ആന്ധ്രയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലോഡൊക്കെ കയറ്റി നമ്മൾ ഇവിടുന്ന് അമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അമ്പത്തൂരിൽ നിന്ന് അടുത്ത ലോഡ് കയറ്റിയിട്ട് നമ്മൾ ആന്ധ്ര, അത് ചെന്നൈ ആന്ധ്ര ബോർഡറിലാണ്. അപ്പോൾ നമ്മൾ പോരൂരെത്തി. നമ്മൾ പോരൂരൊക്കെ എത്തി. പോരൂരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മധുരവായിൽ ബൈപ്പാസ് കയറും. അങ്ങനെ നമ്മളിപ്പോൾ മധുരവായിൽ ബൈപ്പാസിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ലോഡ് കയറ്റുന്ന സ്ഥലം അമ്പത്തൂരിലാണ്. അപ്പോൾ അമ്പത്തൂരിൽ പോയിട്ട് ലോഡ് കയറ്റിയിട്ട് വേണം നമുക്ക് ആന്ധ്രയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഈ ലോഡൊക്കെ കയറ്റി നമ്മൾ നേരെ ആന്ധ്ര ലക്ഷ്യമാക്കി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ റോഡിൽ കൂടെ കയറിയിട്ട് നമ്മൾ മധുരവായിൽ ബൈപ്പാസിൽ കയറും. മധുരവായിൽ ബൈപ്പാസിൽ കയറി ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സർവീസ് റോഡിൽ ഇറങ്ങി ആന്ധ്ര ചെന്നൈ ബൈപ്പാസിൽ. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിലേക്ക് ഇറങ്ങും നമ്മൾ. അപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ ഇറങ്ങി നമ്മൾ ആന്ധ്ര ചെന്നൈ ബൈപ്പാസിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ തോളവരം ടോൾ കഴിഞ്ഞ് നമ്മൾ പോവാൻ ടോളിലാണ്. അപ്പോൾ തോളവരം ടോളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് ബോർഡറിൽ. കുമ്മടിപ്പുള്ളി നേരെ നേരെ ഇതെന്തോ മെഷീനാന്ന് തോന്നുന്നു. ഭയങ്കര വലിയ മെഷീനാണ്.
2 ട്രെയിലറിലായിട്ട് പോകും. നല്ല ചൂടുണ്ട്. ഇപ്പോഴും സമയം 3:30 ആയി. അപ്പോൾ നമ്മൾ കുമ്മിടിപ്പൊടിയിൽ അടുക്കാനായി. ഇപ്പോൾ പെരിയപാളയം പോണ റൂട്ടാണത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 15 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കവറപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ബൈപ്പാസ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് എല്ലാ വണ്ടികളും സർവീസ് റോഡിൽ അവിടെ നോക്കട്ടെ. ഇവിടെ നമ്മൾ സർവീസ് റോഡിലേക്കാണ് പോകുന്നത്. ഇത് എക്സാക്ട് കുമ്മിടിപ്പൊണ്ടി സിപ്കോ എന്ന് പറയും, ഇൻഡസ്ട്രിയലിലേക്ക്. ഇനിയിപ്പോൾ നമ്മുടെ ബോർഡറിലേക്ക് ഒരു 8 കിലോമീറ്റർ പോകുമ്പോൾ മിത്സുബിഷിയുടെ മാനുഫാക്ചറിങ് ഫാക്ടറിയാണ് കാണുന്നത്. ഒങ്കോൾ 210. ഒങ്കോൾ 10 കിലോമീറ്റർ. So guys, in few kilometers, Tamil Nadu border check post. അപ്പോൾ നമ്മൾ ബോർഡറിൻ്റെ അവിടെ എത്താറായി കഴിഞ്ഞു. ഇനി 2 കിലോമീറ്ററിൽ നമ്മുടെ തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈപ്പാസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. Tamil Nadu border check post. So guys, here is the Tamil Nadu border check post. അപ്പോൾ നമ്മൾ RTO ചെക്ക് പോസ്റ്റ് ഇതാണ് RTO ചെക്ക് പോസ്റ്റ്. ഇനിയിപ്പോൾ So check post pass பண்ணி போயிட்டு இருக்கோம். അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ ബില്ലൊക്കെ കാണിച്ച് പാസ്സായി നമ്മൾ ആന്ധ്രയിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററിലുള്ളൂ. നമുക്ക് Hyderabad 576. ഉള്ളിലേക്കൊന്നും അധികം പോകണ്ട. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട കമ്പനിയുടെ അവിടേക്ക് എത്തി. ഇപ്പോൾ ബില്ലൊക്കെ ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇറക്കേണ്ട കാര്യം നോക്കാം. ഇപ്പോൾ ബില്ലിൻ്റെ ക്ലിയർ ചെയ്തു, ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി. നമുക്കിപ്പോൾ 6:15 ആയി. ചെന്നൈക്ക് പോകുന്നു. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നത് 72 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ഈ 72 കിലോമീറ്റർ എന്ന് പറയുന്നത് 6 മണിക്കൂർ യാത്ര ചെയ്യുന്ന പോലെയാണ്. ബിക്കോസ് സോഴവരം ടോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഈ സൺസെറ്റിംഗ് കഴിഞ്ഞു. നമ്മൾ നിയർ ബൈ സോഴവരം ടോളിൻ്റെ അവിടെയൊക്കെ എത്താറായി. അപ്പോൾ നമ്മുടെ സോഴവരം ടോളിലേക്ക് ഇനി ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീടിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. It's time to wind up. So hope you guys are enjoyed today's vlog and see you next vlog. Till then, bye bye.